ഗുഡ് ഈവനിങ് ഡോക്ടർ. ഇന്ന് റൗണ്ട്സിൻ്റെ ഇടയിലുണ്ടായ ഒരു അനുഭവമാണ് 203 പേഷ്യൻറ്റ്. വയറിന് സിവിയർ ആയിട്ടുള്ള പെയിന്, അസ്വസ്ഥതകൾ, ഒരു നോസിയ മുതലായുള്ള കണ്ടീഷൻസ്. കൂടുതൽ കേസ് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായത് അവർ ഒരു ഗ്ലാസ് മിൽക്ക് കുടിച്ചതിന് ശേഷമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്നാണ്. ഡോക്ടറെ, മിൽക്ക് ഇത്രമാത്രം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു ആഹാര പദാർത്ഥമാണോ? ശരി ഡോക്ടറെ, പാലിനുള്ള പ്രശ്നം, പാലിന് ഒരുപാട് പോഷകഗുണങ്ങളുണ്ട്, ന്യൂട്രീറ്റീവ് കണ്ടന്റ്, അത്ര നല്ലൊരു ഡ്രിങ്കാണ്, നിയർ കംപ്ലീറ്റ് ഫുഡാണ് ഏകദേശം. അതിലെല്ലാ സംഗതിയുണ്ട്. പ്രോട്ടീൻ ഉണ്ട്, പ്രോട്ടീൻ നല്ല മസിൽസ് നല്ലതാണ്, കാൽഷ്യം ഉണ്ട്, ബോണ് നല്ലതാണ്, വൈറ്റമിൻ B12 ഉണ്ട്, നെർവ്സിന് അതായത് നരമ്പുകൾക്ക് വളരെ നല്ലതാണ്, അതുപോലെ ഫാറ്റ്സ് ഉണ്ട്, അതും ഇതുപോലെ നല്ലൊരു എനർജി സ്റ്റോറേജ് ആണ്. അപ്പോൾ ഇത്രയും ന്യൂട്രീറ്റീവ് കണ്ടന്റ് ഉള്ളൊരു പാല് പ്രശ്നം ഉണ്ടാക്കാൻ കാരണം എനിക്ക് തോന്നുന്നു ആൾക്കൊരു ദഹനക്കേട് ഉണ്ടെന്നുള്ളതാണ്. ആ ദഹനക്കേടുള്ള സമയത്ത് പാല് കുടിച്ചാൽ ദഹനക്കേട് കൂടും. അതുകൊണ്ടാണ് ഈ അസ്വസ്ഥത കൂടിയതെന്നാണ് മനസ്സിലാക്കിയത്. പാൽ സത്യത്തിൽ കാഴ്ചയിൽ ഒരു വെളുത്ത വളരെ ലൈറ്റായിട്ടുള്ള ഡ്രിങ്ക് ആയിട്ടാണ് ആളുകൾ കാണുന്നത്. സത്യത്തിൽ അതല്ല. പാൽ ദഹിപ്പിച്ചെടുക്കാൻ നല്ല പ്രയാസമാണ്, നല്ല ടൈം എടുക്കും ഡൈജസ്റ്റ് ചെയ്ത് പുറത്തേക്ക് വരാൻ. പലപ്പോൾ ഈ ദഹനക്കേട് ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി വരാറ്. പ്രത്യേകിച്ചും ഈ മുതിർന്ന കുറച്ച് പ്രായം കൂടിയ ആളുകളിൽ ഈ ദഹിപ്പിച്ചെടുക്കാൻ പ്രയാസകരമാണ്. അതുകൊണ്ട് നല്ല ദഹനമുള്ള സമയത്താണ് ഈ പാൽ കുടിക്കേണ്ടത്. കുട്ടികൾ അതുപോലെ തന്നെയാണ്. കുട്ടികൾ പാൽ കുടിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കഫക്കെട്ട് കൂടും. കാരണം അവരുടെ ദഹന പ്രക്രിയ എപ്പോഴെങ്കിലും സമയത്ത് കുറഞ്ഞു പോകുന്ന സമയത്ത് പാൽ കുടിച്ചാൽ കഫക്കെട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശരിക്കും പാല് വളരെ നല്ലതാണ്, പാലിൻ്റെ പ്രശ്നമല്ല. പക്ഷേ അത് എപ്പോൾ കഴിക്കണം എന്നുള്ളതാണ് വളരെ പ്രധാനം.